ഹായ് ഓൾ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 8254 പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമർ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. 8253 or 8254 interval timer. A programmable interval timer is used in real-time application for timing and counting functions. Timing and counting functionsന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയൽ ടൈം അപ്ലിക്കേഷൻസ് ആണ് 8253 and 8254 interval timers. It has 3 independent counters, each capable of handling clock inputs up to 10 MHz and size of each counter is 16 bit. ഇതിന് 3 ഇൻഡിപെൻഡൻറ്റ് കൗണ്ടേഴ്സ് ആണുള്ളത്. ഓരോന്നിനും 10 MHz വരെയുള്ള ക്ലോക്ക് ഇൻപുട്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് സൈസ് ഓഫ് ഈച്ച് കൗണ്ടർ, ഓരോ കൗണ്ടറിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. 8254 operates in +5 voltage regulator power supply and has 24 signals. 8254 എന്ന് പറയുന്നത് +5 വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് പവർ സപ്ലൈ വെച്ച് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന് 24 പിൻ സിഗ്നൽസ് ഉണ്ട്. 8254 is an advanced version of 8253 which did not offer the feature of read back command. 8254 എന്ന് പറയുന്നത് 8253 ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. 8253ൽ റീഡ് ബാക്ക് കമാൻഡ് എന്ന ഫീച്ചർ ഇല്ലായിരുന്നു. അപ്പോൾ അത് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് 8254 എന്ന് പറയുന്നത് ഇൻ്റർവൽ ടൈമർ. നൗ ആർക്കിടെക്ചർ. 8254 ആർക്കിടെക്ചറാണ് ഈ പിക്കിൽ കാണുന്നത്. ഡാറ്റ ബസ് ബഫർ ഉണ്ട്. അതിൽ ഡാറ്റ ലൈൻസ് 8 ഡാറ്റ ലൈൻസ് ആണുള്ളത്, D0 to D7. ദെൻ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. അതിൽ RD എന്ന് പറയുന്ന റീഡ് ഓപ്പറേഷനാണ്, WR എന്ന് പറയുന്ന റൈറ്റ് ഓപ്പറേഷനാണ്. ദെൻ A1 ആൻഡ് A0 ആർ ദ അഡ്രസ് ലൈൻസ്. ദെൻ കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. ദെൻ 3 കൗണ്ടേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കൗണ്ടേഴ്സ് ഉണ്ട്. ഈ 3 C0, C1, C2 3 കൗണ്ടേഴ്സിൽ ഇൻപുട്ട് 2 ഇൻപുട്ടാണ് ഈ കൗണ്ടേഴ്സിലേക്ക് വരുന്നത്, ക്ലോക്ക് ഇൻപുട്ടും ഗേറ്റ് ഇൻപുട്ടും. എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടും. Programming the 8254. Each counter must be programmed before it can be used. ഓരോ കൗണ്ടറും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രോഗ്രാം ചെയ്യണം. The control word register contains the programmed information or control word which will be sent by the microprocessor to the device. കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ പ്രോഗ്രാം ചെയ്ത ഇൻഫർമേഷൻ, അതായത് കൺട്രോൾ വേർഡ് ഉണ്ടാവും. ഇത് മൈക്രോ പ്രോസസ്സർ വഴി ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യും. കൗണ്ടേഴ്സ് ആർ പ്രോഗ്രാംഡ് ബൈ റൈറ്റിംഗ് എ കൺട്രോൾ വേർഡ് ആൻഡ് ദെൻ ഇൻ ഇനീഷ്യൽ കൗണ്ട്. കൗണ്ടേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യം ഒരു കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ഇനീഷ്യൽ കൗണ്ട് റൈറ്റ് ചെയ്യും. ഇങ്ങനെയാണ് കൗണ്ടേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ശ്രീരാജ് പി. എൻ്റെ ടോപ്പിക്ക് മോഡ്സ് ഓഫ് 8254 ആണ്. അപ്പം മോഡ്സ് ഓഫ് 8254 ആദ്യം വരുന്നത് മോഡ് 0 ആണ്. ഇൻ്ററപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. മോഡ് 0 ഇസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഇവൻറ്റ് കൗണ്ടിങ്. ഇവൻറ്റ് കൗണ്ടിങ്ങിനാണ് സാധാരണ മോഡ് 0 യൂസ് ചെയ്യാറ്. ആഫ്റ്റർ ദ കൺട്രോൾ വേർഡ് ഇസ് റിട്ടേൺ, ഔട്ട് ഈസ് ഇനീഷ്യലി ലോ. കൺട്രോൾ വേർഡ് റിട്ടേൺ ആയതിനു ശേഷം ഔട്ട് ആദ്യം തന്നെ വളരെ കുറവായിരിക്കും. വൺസ് എ കൗണ്ട് ഈസ് ലോഡഡ് ഇൻ ദ രജിസ്റ്റർ, ദ കൗണ്ടർ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1 ഇൻ എവറി സൈക്കിൾ. രജിസ്റ്ററിൽ ഒരു കൗണ്ട് ലോഡായി കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ഓരോ സൈക്കിളിലും ഒരു യൂണിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വെൻ ദ കൗണ്ട് റീച്ചസ് 0, അതായത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരുന്ന് 0 ആകുമ്പോൾ ദ ഔട്ട് ഗോസ് ഹൈ, ഔട്ട് നല്ലോണം കൂടുന്നു. ദിസ് ഇൻ്ററപ്റ്റ്സ് ദ പ്രൊസസ്സർ. ഇനി അടുത്തത് മോഡ് 1, ഹാർഡ്വെയർ റീട്രിഗേർഡ് വൺ ഷോട്ട്. ഔട്ട് ഈസ് ഇനീഷ്യലി ഹൈ. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഔട്ട് ആദ്യം തന്നെ നല്ല കൂടുതലായിരിക്കും. When the gate is triggered, the out goes low and at the end of the count, out goes high again. ഗേറ്റ് ട്രിഗർ ആകുമ്പോൾ ഔട്ട് നല്ലോണം കുറയും, പിന്നെ കൗണ്ടിൻ്റെ എൻഡിൽ വീണ്ടും കൂടുകയും ചെയ്യും. ദസ് ജനറേറ്റിംഗ് എ വൺ ഷോട്ട് പൾസ്. ഈ കുറഞ്ഞും കൂടിയും കളിക്കുമ്പോൾ ഒരു വൺ ഷോട്ട് പൾസ് ജനറേറ്റ് ചെയ്യും. അതാണ് റീട്രിഗേർഡ് വൺ ഷോട്ട്. ഇനി അടുത്തത് മോഡ് 2 ആണ്, റേറ്റ് ജനറേറ്റർ. This mode is used to generate a pulse equal to the clock period. ക്ലോക്ക് പീരീഡിന് ഈക്വൽ ആയിട്ടൊരു പൾസ് ജനറേറ്റ് ചെയ്യാനാണ് ഈ മോഡ് യൂസ് ചെയ്യുന്നത്. When a count is loaded, the out stays high until the count reaches 1 and then out goes low for 1 clock period. കൗണ്ട് ലോഡായി കഴിഞ്ഞാൽ ഔട്ട് ഹൈ ആയിക്കൊണ്ടേയിരിക്കും, അതായത് കൗണ്ട് 1 ആവുന്നത് വരെ. ആൻഡ് ദെൻ ഔട്ട് ഗോസ് ലോ ഫോർ 1 clock period. ഒരു ക്ലോക്ക് പീരീഡിലേക്ക് ഔട്ട് കുറഞ്ഞ് വരും. കൗണ്ട് ഇസ് റീലോഡഡ് ഓട്ടോമാറ്റിക്കലി. മോഡ് 3 ആണ് സ്ക്വയർ വേവ് ജനറേറ്റർ. വെൻ എ കൗണ്ട് ഈസ് ലോഡഡ്, ദ ഔട്ട് ഈസ് ഹൈ
Count is decremented by 2 at every clock cycle, and when it reaches 0, the out goes low. കൗണ്ട് ലോഡ് ആകുമ്പോൾ ഇതിൽ ഔട്ട് വളരെ ഹൈ ആയിരിക്കും. പിന്നെ കൗണ്ട് ഇങ്ങനെ 2 യൂണിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ ക്ലോക്ക് സൈക്കിളിലും. എന്നിട്ട് അത് 0 ആകുമ്പോൾ ഔട്ട് കുറയും. ദ കൗണ്ട് ഈസ് റീലോഡഡ് അഗെയിൻ. മോഡ് 4 സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്ട്രോബ്. ഇനീഷ്യലി ഔട്ട് ഈസ് ഹൈ. ഇറ്റ് ഗോസ് ലോ ഫോർ 1 ക്ലോക്ക് പീരീഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ കൗണ്ട്. ഇതിലും ഔട്ട് ആദ്യം തന്നെ നല്ലോണം കൂടുതലായിരിക്കും. പിന്നെ ഒരു ക്ലോക്ക് പീരീഡിലേക്ക് അത് കുറയും, അതായത് എൻഡ് ഓഫ് ദ കൗണ്ടിലേക്ക്. മോഡ് 5 ഹാർഡ്വെയർ ട്രിഗേർഡ് സ്ട്രോബ്. ഇനീഷ്യലി ഔട്ട് ഈസ് ലോ ആൻഡ് വെൻ ദ ഗേറ്റ് പൾസ് ഇസ് ട്രിഗേർഡ് ഫ്രം ലോ ടു ഹൈ ദ കൗണ്ട് ബിഗിൻസ്. ഇതിൽ ഔട്ട് ആദ്യം തന്നെ നല്ലോണം കുറവായിരിക്കും. പിന്നെ ഗേറ്റ് പൾസ് ട്രിഗർ ചെയ്യുമ്പോൾ അത് കൂടുതലായിക്കൊണ്ടേയിരിക്കും. എന്നിട്ടാണ് കൗണ്ട് തുടങ്ങുക. At the end of count, the out goes low for 1 clock period. എന്നിട്ട് കൗണ്ടിൻ്റെ എൻഡിലേക്ക് ഔട്ട് വീണ്ടും കുറയും ഒരു ക്ലോക്ക് പീരീഡിലേക്ക്. അത്രയേ ഉള്ളൂ. Features of 8253, 8254. The most prominent features of 8253, 8254 are as follows. It has 3 independent 16-bit down counters. ഇതിന് 3 independent 16-bit down counters. It can handle input from DC to 10 MHz. ഇതിന് DC മുതൽ 10 MHz വരെയുള്ള ഇൻപുട്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. These 3 counters can be programmed for either binary or BCD count. ഈ 3 കൗണ്ടറുകളും ബൈനറി അല്ലെങ്കിൽ BCD കൗണ്ടിനായി പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. It is compatible with almost all microprocessors. ഇത് ഓൾമോസ്റ്റ് എല്ലാ മൈക്രോ പ്രോസസ്സറുകളുമായിട്ട് അനുയോജിക്കും. 8254 has powerful command called readback command, which allows the users to check the count value, the programmed mode, the current mode, and the current status of the counter. 8254-ന് readback command എന്ന ഒരു പവർഫുൾ കമാൻഡ് ഉണ്ട്. ഇത് യൂസേഴ്സിൻ്റെ കൗണ്ട് വാല്യൂ ചെക്ക് ചെയ്യാനും പ്രോഗ്രാം ചെയ്ത മോഡ് പിന്നെ കൗണ്ടേഴ്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ നോക്കാനും ഇത് അലൗ ചെയ്യുന്നു. നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡാറ്റാ ബസ് ബഫർ. ഇറ്റ് ഈസ് എ ട്രൈ സ്റ്റേറ്റ് 8-bit ബൈഡയറക്ഷണൽ ബഫർ കണക്റ്റഡ് ടു ദ ഡാറ്റാ ബസ് ഓഫ് ദ മൈക്രോ പ്രൊസസ്സർ. ഡാറ്റാ ബസ് ബഫർ എന്ന് വെച്ചാൽ ഒരു 3 സ്റ്റേറ്റുള്ള 8-bit ബൈഡയറക്ഷണൽ ബഫറാണ്. ഇത് മൈക്രോ പ്രൊസസ്സറിൻ്റെ ഡാറ്റാ ബസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സെക്കൻഡ് വൺ കൺട്രോൾ ലോജിക് അഥവാ റീഡ് ഓർ റൈറ്റ് ലോജിക്. ദ കൺട്രോൾ സെക്ഷൻ ഹാസ് 5 സിഗ്നൽ ലൈൻസ്: read, write, chip select and the address lines A1 and A0. ഇത് 5 എണ്ണമാണ് കൺട്രോൾ സെക്ഷൻ്റെ സിഗ്നൽ ലൈൻസ്. A low on the RD input tells the 8254 that the processor is reading one of the counters. RD input low ആണെങ്കിൽ അത് 8254 പറയും that processor ഒരു കൗണ്ടർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A low on the WR input tells the 8254 that the processor is writing either a control word or an initial count. WR input low ആണെങ്കിൽ that means the processor control word or അല്ലെങ്കിൽ initial count റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Both RD and WR are qualified by CS. CS എന്ന് വെച്ചാൽ chip select signal. They are active low signals also. The lines A0 and A1 line selects the control word register or counters according to the signals on them as shown. A1 and A0 address lines are the signal അനുസരിച്ച് control word register or counters സെലക്ട് ചെയ്യും. സോ ഇതിൽ നോക്കിയാൽ കാണാം A1ഉം A0യും 0 ആണെങ്കിൽ കൗണ്ടർ 0, A1 0യും A0 1 ആകുമ്പോൾ കൗണ്ടർ 1, A1 1ഉം A0 0 ആണെങ്കിൽ കൗണ്ടർ 2, A1 1ഉം A0 1ഉം ആകുമ്പോൾ അത് കൺട്രോൾ രജിസ്റ്റർ. Control word register ആണ് നെക്സ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ കൺട്രോൾ വേർഡ് വിച്ച് ഡിഫൈൻസ് ദ ഓപ്പറേഷൻ ഓഫ് ദ കൗണ്ടേഴ്സ്.
കൗണ്ടേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്ന കൺട്രോൾ വേർഡ്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ വേർഡ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. The control word register is accessed by the control logic when the lines A1 and A0 are at logic 1. Lines A1 ഉം A0 യും logic 1 control word registerനെ access ചെയ്യും. If the processor then does a write operation to 8254, the data is stored in the control word register as an 8-bit control word from the data bus. The control word specifies the counter to be used, its mode, and either a read or write operation. കൺട്രോൾ വേർഡ് ഏത് കൗണ്ടറിനാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ മോഡ്, റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സ്പെസിഫൈ ചെയ്യും. റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ. ഫോർത്ത് കൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ there are 3 counters in 8254. Each counter may operate in a different mode. The control word present in the control word register determines the operation of the counters. 8254-ൽ 3 കൗണ്ടേഴ്സ് ആണുള്ളത്. ഓരോ കൗണ്ടർ ഡിഫറെൻറ്റ് മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. കൺട്രോൾ വേർഡ് രജിസ്റ്ററിലുള്ള കൺട്രോൾ വേർഡാണ് ഈ കൗണ്ടേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. താങ്ക് യു. I'm going to explain about the pin diagram of 8254. ഇതിൽ 24 പിന്നാണ് വരുന്നത്. ഇതിൽ 24 പിന്നിൻ്റെ 8254 ഡയഗ്രാം ഇവിടെ കാണാം. D0 to D7 ലെഫ്റ്റ് സൈഡിൽ CLK0, out 0, gate 0, GND, VCC, WR, RD, CS, A1, A0, CLK2, out 2, gate 2, CLK1, gate 1, out. ഇതാണ് 8254-ൻ്റെ പിൻ ഡയഗ്രാം. ഇതിൻ്റെ പിൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ D7 തൊട്ടിട്ട് D0 വരെ 1 to 8 ആണ് പിൻ നമ്പർ വരുന്നത്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് വേണ്ടിയിട്ടുള്ള ടൈപ്പിലാണ് ഈ പിൻസ് എല്ലാം വരുന്നത്. ഇത് ഡാറ്റയാണ് വരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള 3 സ്റ്റേറ്റ് ഡാറ്റാ ബസ് ലൈൻസ് കണക്റ്റഡ് ടു സിസ്റ്റം ഡാറ്റാ ബസ്. ബൈ ഡയറക്ഷണൽ 3 സ്റ്റേറ്റ് ഡാറ്റാ ബസ് ലൈൻസ് കണക്റ്റഡ് ടു ദ സിസ്റ്റം ഡാറ്റാ ബസ്. അതാണ് ഈ D7 D0 എന്ന് പറയുന്ന സിമ്പിൾ വരുന്നത്. ഈ 1 to 8 വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ വരുന്നത്. CLK0 എന്ന് പറയുന്നത് പിൻ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അത് ടൈപ്പ് ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ്. അതിന് ക്ലോക്ക് 0 എന്നാണ് പറയുക. ക്ലോക്ക് ഇൻപുട്ട് ഓഫ് കൗണ്ടർ 0. അവിടെ ആ പിൻ ഡയഗ്രത്തിൽ ക്ലോക്ക് 0, ക്ലോക്ക് ഇൻപുട്ടിൻ്റെ കൗണ്ടർ 0ൻ്റെ സിമ്പിളാണ് CLK0. ഔട്ട് 0 എന്ന് പറയുന്നത് അതിൽ പിൻ നമ്പർ 10 ആണ്. ടൈപ്പ് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് 0, കൗണ്ടർ 0ൻ്റെ ഔട്ട്പുട്ടിനെയാണ് ഔട്ട് 0 എന്നുകൊണ്ട് അവിടെ സിമ്പിളൈസ് ചെയ്യുന്നത്. പിന്നെ ഗേറ്റ് 0 അതിൻ്റെ പിൻ നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അതിൻ്റെ ഗേറ്റ് 0 എന്ന് പറയുന്നത് ഗേറ്റ് ഇൻപുട്ട് ഓഫ് കൗണ്ടർ 0. സോ ഈ CLK0 ഔട്ട് 0, ഗേറ്റ് 0 എന്ന് പറയുന്നത് 3 എണ്ണം. കൗണ്ടർ 0ൻ്റെ ക്ലോക്കും ഔട്ട്പുട്ടും ഗേറ്റുമാണ്. GND എന്ന് പറയുന്നത് പിൻ നമ്പർ വരുന്നത് 12 ആണ്. അതിൻ്റെ ഗ്രൗണ്ട് നെയിം വരുന്നത് ഗ്രൗണ്ടാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർ സപ്ലൈ കണക്ഷനാണ്. ആ പിൻ ഡയഗ്രത്തിലേക്കുള്ള പവർ സപ്ലൈൻ്റെ പിൻ പോയിൻറ്റ് ആ ഒരു പിന്നിനെയാണ് GND എന്ന് പറയുന്നത്. VCC പിൻ നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത്. പിന്നെ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് പവറാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ +5 വോൾട്ട് പവർ സപ്ലൈ കണക്ഷൻ. അവിടേക്കാണ് പവർ സപ്ലൈൻ്റെ +5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ വരുന്ന ആ പിന്നിലേക്കാണ്. പിന്നെ WR എന്ന് പറയുന്നത് 23rd ആണ് പിൻ നമ്പർ വരുന്നത്. അത് ഇൻപുട്ടാണ്. റൈറ്റ് കൺട്രോൾ ആണ് അതിൻ്റെ നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ദസ് ഇൻപുട്ട് ഇസ് ലോ ഡ്യൂറിങ് CPU റൈറ്റ് ഓപ്പറേഷൻ. CPU റൈറ്റ് ഓപ്പറേഷൻസിൻ്റെ സമയത്ത് ഇൻപുട്ട് ലോ ആയിട്ട് വരുന്നതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതാണ് റൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. WR എന്ന് പറയുന്നത് സിമ്പിളൈസ് ചെയ്യുന്ന പിന്ന്. RD എന്ന് പറയുന്നത് പിൻ നമ്പർ റൈറ്റ് സൈഡിൽ വരുന്നത് 22 ആണ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. റീഡ് കൺട്രോൾ എന്നുള്ള നെയിമാണ് വരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീഡ് ഓപ്പറേഷൻസിൻ്റെ സമയത്തിൽ സെയിം ആയിട്ടുള്ള ഇൻപുട്ട് ഇസ് ലോ. അടുത്ത വരുന്ന CS എന്നുള്ള സിമ്പിൾ വരുന്ന പിന്നാണ്. അതിൻ്റെ പിൻ നമ്പർ എന്ന് പറയുന്നത് 21 ആണ് റൈറ്റ് സൈഡിൽ. ടൈപ്പ് ഇൻപുട്ടാണ്. ചിപ്പ് സെലക്ട് എ ലോ ഓൺ ദിസ് ഇൻപുട്ട് എനേബിൾസ് ദ 8254 ദ പ്രോസസ്സർ ടു റെസ്പോണ്ട് ടു ദ RD ആൻഡ് WR സിഗ്നൽസ്. നേരത്തെ പറഞ്ഞ RD ആൻഡ് WR സിഗ്നൽസിൻ്റെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്മോൾ ഇൻപുട്ടാണ് ഈ ചിപ്പ് സെലക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ RDയും W ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ. പിന്നെ A1 A0 എന്ന് പറയുന്നത് 20 to 19 വരെ വരുന്ന പിന്നാണ്. അതിൻ്റെ ടൈപ്പ് പറഞ്ഞാൽ ഇൻപുട്ടാണ്. അഡ്രസ് എന്നാണ് അതിൻ്റെ നെയിം വരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ടു സെലക്ട് വൺ ഓഫ് ദ 3 കൗണ്ടേഴ്സ്
or the control word register for read or write operations normally connected to the system address bus. സോ അതാണ് അഡ്രസ് എന്നാണ് അതിൻ്റെ നെയിം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസ് ടു സെലക്ട് വൺ ഓഫ് ദ 3 കൗണ്ടേഴ്സ് ഓർ ദ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ഫോർ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. റീഡിങ് റൈറ്റിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 3 കൗണ്ടേഴ്സിനെ ഒന്നിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഇത് സിസ്റ്റത്തിൻ്റെ അഡ്രസ് ബസ് ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് A10 A00 ആകുമ്പോൾ കൗണ്ടർ 0 ആണ്. A10 ആകുമ്പം A01 ആകുമ്പോൾ അത് കൗണ്ടർ 1 ആണ്. A01 ആകുമ്പം A00 ആകുമ്പോൾ അത് കൗണ്ടർ 2ലേക്കാണ് സെലക്ഷൻ വരിക. A11 ആകുമ്പോഴും A01 ആകുമ്പോഴും കൺട്രോൾ വേർഡ് രജിസ്റ്ററിലേക്കാണ് സെലക്ഷൻ വരിക. പിന്നെ CLK2 എന്ന് പറയുന്നത് 18th പിൻ നമ്പറിൽ വരുന്ന ഇൻപുട്ട് ടൈപ്പ് ആയിട്ടുള്ള പിന്നാണ്. അതിൻ്റെ ക്ലോക്ക് 2 അല്ലെങ്കിൽ അഥവാ കൗണ്ടർ 2ൻ്റെ ക്ലോക്കാണ്. അതേമാതിരി ഔട്ട് 2 എന്ന് പറയുമ്പോൾ 17th പിൻ നമ്പറാണ് വരുന്നത്. ടൈപ്പ് ഔട്ട്പുട്ടാണ്. ഔട്ട് 2 എന്ന് പറയുന്നത് കൗണ്ടർ രണ്ടാമത്തെ കൗണ്ടറിൻ്റെ ഔട്ടാണ്. കൗണ്ടർ 2ൻ്റെ ഔട്ട്പുട്ടിനെയാണ്. അതേമാതിരി ഗേറ്റ് 2 എന്ന് പറയുന്നത് 16th ആണ് പിൻ നമ്പർ വരുന്നത്, ഇൻപുട്ടാണ്. അതെന്ന് പറയുന്നത് ഗേറ്റ് ഇൻപുട്ട് ഓഫ് കൗണ്ടർ 2. അതേമാതിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് 2 ഔട്ട് 2 ഗേറ്റ് 2 എന്ന് പറയുന്നത് കൗണ്ടർ 2ൻ്റെ ക്ലോക്കും ഔട്ട്പുട്ടും ഗേറ്റിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ CLK1 ഗേറ്റ് 1 ഔട്ട് 1 എന്ന് പറയുന്നത് 15, 14, 13 എന്ന് പറയുന്ന പിൻ നമ്പർ റെസ്പെക്റ്റീവ്ലി ആയിട്ട് വരുന്നു. അതിൽ ക്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻപുട്ടും ഗേറ്റ് 1 എന്ന് പറയുന്നത് ഇൻപുട്ടുമാണ്. കൗണ്ടർ 1ൻ്റെ ക്ലോക്ക് 1 എന്ന് പറയുന്ന കൗണ്ടർ 1ൻ്റെ ക്ലോക്ക് ഇൻപുട്ടാണ് ക്ലോക്ക് 1. കൗണ്ടർ 1ൻ്റെ ഗേറ്റ് ഇൻപുട്ടാണ് ഗേറ്റ് 1. അതേമാതിരി ഔട്ട് 1 എന്ന് പറയുന്നത് 13th പിൻ നമ്പറിൽ വരുന്ന ഔട്ട്പുട്ട് ടൈപ്പ് ഫംഗ്ഷനിൽ വരുന്ന ഔട്ട് 1 എന്ന് പറയുന്നത് കൗണ്ടർ 1ൻ്റെ ഔട്ട്പുട്ടാണ്. സോ ദിസ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് pin diagram of A254. Thank you.